വീണ്ടും കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച പോലീസ്. തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. കേസ് BJPക്കെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസും CPM-ഉം. ഏറെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ കേസിൽ BJPക്കും കെ സുരേന്ദ്രനും ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞ ദിവസം ED കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുമായി, അതായത് BJPയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ട് എന്ന രീതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം BJPയുടെ ഭാഗത്ത് BJP നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകി ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയുള്ള പോലീസിന്റെ നീക്കം, അതായത് BJPക്ക് വേണ്ടി ഇവിടേക്ക് പണമെത്തി, അത് കൃത്യമായ ആസൂത്രിതമായി കവർച്ച ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്? ഡാനി, ടോം, ഇതില് ഈ കൊടകര കുഴൽപ്പണ കേസ് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലേക്ക് അത് ചർച്ചയാകുന്നു. അതൊരു വലിയ രാഷ്ട്രീയ വിവാദമാകുന്ന ഒരു ഘട്ടമായിരുന്നു ആദ്യഘട്ടത്തിൽ. അത് പോലീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിവരുന്ന രീതിയിലായിരുന്നു. പിന്നീട് ഇതിലേക്ക് ED കൂടി കടന്നു വരുന്നു എന്നതാണ്. അന്നേ ED കടന്നു വരുമ്പോൾ തന്നെയും ഉയർന്നു വന്ന വലിയ ആക്ഷേപം അത് പ്രതിരോധത്തിലായ BJPയെ സഹായിക്കാൻ വേണ്ടി കരുതിക്കൂട്ടിയുള്ള ഒരു ഇടപെടലാണ് എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. എങ്കിലും EDയുടെ ഒരു അന്വേഷണം ഒരു ഭാഗത്ത് തുടരുകയായിരുന്നു. ഇതിൽ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ കുറെ കാര്യങ്ങളുണ്ട്. പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഈ പണം കൊണ്ടുവന്ന ഈ ധർമ്മരാജൻ, അദ്ദേഹം ഇത് കർണാടകയിൽ നിന്നുള്ള BJP നേതാക്കൾ അടക്കം സഹായിച്ച പണമാണ് ഇവിടേക്ക് എത്തിച്ചത്. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് ഈ കൊണ്ടുവരുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തെളിയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത്. ഇതിന് ഇവരുടെ കോൾ ഡീറ്റെയിൽസ് അടക്കം ഇവർ ആരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ആരുമായിട്ടെല്ലാം സമ്പർക്കം പുലർത്തി തുടങ്ങി നിരവധിയായ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ അവരുടെ കണ്ടെത്തലുകൾ, പോലീസിന്റെ കണ്ടെത്തലുകൾ അക്കമിട്ട് അടയാളപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് കുറ്റപത്രത്തിലേക്ക് നീങ്ങുന്നത്. അതിൽ തന്നെയും ഈ കൊണ്ടുവന്ന ആ പണം അത് തൃശൂരിൽ എത്തിച്ചു, അതിനുശേഷം പിന്നീട് ഇത് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതിൽ BJPയും അതോടൊപ്പം തന്നെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവരാണ് ഇതിൽ പ്രതിക്കൂട്ടിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നത്. ഈ ഘട്ടത്തിലാണ് ED ഇതിലേക്ക് അന്വേഷണത്തിലേക്ക് കടന്നുവരികയും പിന്നീട് ED ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയും മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ ED കഴിഞ്ഞ ദിവസം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ പോലീസ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശേഖരിച്ച തെളിവുകൾ, ഇതിലേക്കൊന്നുമല്ല ED കടന്നു വന്നിട്ടുള്ളത്. ഇതിൽ ED കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഉയരുന്ന ആക്ഷേപം അത് ഒന്നുകൂടി ശക്തമാകുന്നു. കാരണം ഇത് BJPയെ വെള്ളപൂശുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് ED എന്നായിരുന്നു ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നതെങ്കിൽ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതൊന്നുകൂടി ശക്തമാവുകയാണ്. കാരണം ഇതിൽ BJPക്കെതിരെ ഒരു പരാമർശങ്ങളോ BJP നേതാക്കൾക്കെതിരെ ഒരു കണ്ടെത്തലുകളോ ഒന്നും തന്നെയില്ല. ഇതിൽ കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളൊന്നും തന്നെ ഇതിലേക്ക് വന്നതുമില്ല. ED പറയുന്നത് ഇത് ഒരു ഹൈവേ റോബറി എന്ന രീതിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒരു ഹൈവേയിലെ ഒരു കൊള്ള എന്ന രീതിയിൽ മാത്രമാണ് അവരിതിനെ കാണുന്നത്. ഇതിൽ പിടികൂടിയ പണം, ആ പണം വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് തങ്ങൾ അന്വേഷിച്ചതെന്ന് പറയുന്നു. അതിൻ പ്രകാരം 23 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. അത് ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ അറസ്റ്റായവർ തന്നെയാണ്. അവർ മാത്രമാണ് ഇതിലുള്ള പ്രതികൾ. അവർ ED നൽകുന്നൊരു വിശദീകരണം ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധർമ്മരാജ് ആലപ്പുഴയിലെ ട്രാവൻകൂർ പാലസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഡീലിന് വേണ്ടിയാണ് ഈ പണം കൊണ്ടുവന്നത്. അതിന്റെ വ്യക്തമായ രേഖകൾ ധർമ്മരാജ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അയാളുടെ ഡ്രൈവറായ ഷംജീറിന്റെ കൈവശമാണ് ഈ 3.5 കോടി രൂപ കൊടുത്തുവിട്ടത് എന്നതുകൂടി അതിൽ ചേർക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടി ഡീലിന് വേണ്ടി കൊണ്ടുവന്ന പണം ഒരു സംഘം കവരുകയായിരുന്നു എന്നതാണ് EDയുടെ കണ്ടെത്തലുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കോ മറ്റു വിഷയങ്ങളിലേക്കോ ഒന്നും തന്നെ ED കടന്നുപോയിട്ടില്ല എന്നത് തന്നെയാണ് ഈ രണ്ട് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളും തമ്മിലുള്ളൊരു വൈരുദ്ധ്യാത്മകത എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് കേരള പോലീസ് ഇത് കള്ളപ്പണം എന്ന് സമർത്ഥിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് BJPയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്ന രീതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമ്പോൾ ഇവിടെ ED കേന്ദ്ര അന്വേഷണ ഏജൻസി വരുമ്പോൾ അതൊന്നുമല്ല അവരെ സ്പർശിക്കുന്നത്. അവരെ പണം പിടികൂടിയതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിച്ചത്.
ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ വിവരങ്ങളുണ്ട് എന്ന് അവർ പറയുന്നു. അത് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന്റെ തന്നെ ആവശ്യമില്ല എന്ന രീതിയിലാണ് എറണാകുളം PMLA കോടതിയിൽ ഇത് സംബന്ധിയായ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങൾ ഇത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 23 പേര് ഈ കേസിൽ പ്രതികൾ എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ പോലീസ് ഇതിൽ തുടരന്വേഷണ റിപ്പോർട്ട് ഇരിങ്ങാലക്കുട കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ തിരൂർ സതീഷ് എന്ന് പറയുന്ന മുൻ സെക്രട്ടറി, അത് തൃശൂർ ജില്ലയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു BJPയുടെ, അദ്ദേഹത്തിന്റെ മൊഴികൾ ആ സമയത്ത് വലിയ രീതിയിലേക്കുള്ള വിവാദങ്ങളും തെളിവുകളുമെല്ലാമായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ BJP ഓഫീസിലേക്ക് പണം കൊണ്ടുവന്നത് ചാക്കുകളിലാക്കിയാണ് ഈ പണം കൊണ്ടുവന്നത്, അതിന് താൻ ദൃക്സാക്ഷിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു വളരെ നിർണായകമായ ഒരു സാക്ഷിമൊഴികളെ തന്നെ പാടെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ED മുന്നോട്ട് പോയത്. ഒരു വേള ഈ തിരൂർ സതീഷ് തന്നെ പറഞ്ഞു തന്നെ ഒന്ന് മൊഴി രേഖപ്പെടുത്താനോ വിളിക്കുവാനോ പോലും തയ്യാറാകാത്ത അന്വേഷണ ഏജൻസിയാണ് ED. ഇതെന്തൊരു അന്വേഷണമാണെന്ന് ഒരു ഘട്ടത്തിൽ സാക്ഷി പോലും ചോദിക്കുന്ന ഘട്ടത്തിലേക്കെല്ലാം തന്നെ എത്തിയിരുന്നു. എന്നാൽ അതിലേക്കൊന്നും പോകാതെ തന്നെ ED ഈ ഫയൽ ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടോം, രാഷ്ട്രീയ ആരോപണം അത് ഒന്നുകൂടി ശക്തമാകുന്നു. ഇത് BJPയെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അന്വേഷണമാണ് എന്നത് തന്നെ ഇപ്പോൾ കോൺഗ്രസും CPM എല്ലാം ഒരേ ശബ്ദത്തിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ടോം, ഡാനി, കഴിഞ്ഞ ദിവസം ED BJPയെ സംരക്ഷിച്ചുകൊണ്ട് BJP നേതാക്കൾ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അതിന് EDക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുന്നുണ്ടല്ലോ. ഇതിന് പിന്നാലെ ED തന്നെ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്ന കാര്യം ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ആദായ നികുതി വകുപ്പാണ്. മാത്രമല്ല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും EDക്ക് കൈമാറിയില്ല എന്ന വിശദീകരണം കൂടി നൽകുന്നുണ്ടല്ലോ. ഇതങ്ങനെ പൂർണ്ണമായും വിശ്വസനീയമാണോ? കാരണം നമുക്കറിയാം ഇതിനു മുൻപും ED ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നത് രാഷ്ട്രീയ വേട്ടയാടലിന് വേണ്ടി BJP EDയെ ഉപയോഗിക്കുന്നു എന്നതായിരുന്നു. ഇവിടെയും രാഷ്ട്രീയ സംരക്ഷണത്തിന് വേണ്ടി EDയെ BJP ഉപയോഗിക്കുന്നു എന്നല്ല ഇപ്പോൾ ഈ കൊടകര കുഴൽപ്പണ കേസിന്റെ കുറ്റപത്രം, ഇതിന്റെ അന്വേഷണം ഉൾപ്പെടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഡാനി? ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് ടോം. കാരണം ഇത് വലിയ ആരോപണമായിട്ട് തന്നെ ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം കേരള പോലീസിന്റെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ തന്നെയാണ് ED ഇതിലേക്ക് കടന്നു വരുന്നത്. അത് ബോധപൂർവമായ ഒരു ഇടപെടലാണ് എന്ന് തന്നെ ആ സമയത്ത് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. കേരള പോലീസ് എന്ത് കണ്ടെത്തിയോ അല്ലെങ്കിൽ അവരുടെ കേസ് ഡയറി എന്താണോ, എന്തെല്ലാം തെളിവുകൾ അവർ ശേഖരിച്ചോ എന്നത് മറ്റൊരു അന്വേഷണ ഏജൻസിയിലേക്ക് വരുമ്പോൾ പ്രാഥമികമായ അവർക്ക് മുന്നിലുള്ളത് അത് തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോൾ പറയുന്ന അതിന്റെ ഒരു സാങ്കത്യം അത് എത്രയെന്ന് ED തന്നെ വിശദീകരിക്കേണ്ടി വരും. ഇത്തരം ഫയലുകൾ കൈമാറിയില്ല, അത്തരം കാര്യങ്ങൾ പറയുന്നത് ഇക്കാര്യത്തിൽ വ്യക്തമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷെ ആ രീതിയിലേക്കൊന്നും പോകുന്നില്ല. സാക്ഷിമൊഴികൾ സംബന്ധിയായ കാര്യങ്ങൾ നമ്മൾക്ക് തിരൂർ സതീഷിന്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹത്തെ മൊഴിയെടുക്കുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും അതിൽ സത്യമുണ്ട് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലാണുള്ളത്. കാരണം ഈ നിർണായകമായ സാക്ഷിയെ വിളിച്ച ഇത്തരം കാര്യങ്ങൾ എന്ത് എന്ന് ചോദിക്കാൻ പോലും ED അതിന് തുനിഞ്ഞില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ആക്ഷേപം ശക്തിയാർജിക്കുന്നത്. EDയെ കൊണ്ടുവന്നത് BJPയെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലേക്ക് ചർച്ചയാവുന്നു. നേരത്തെ പല ഘട്ടങ്ങളിലും EDയെ ഉപയോഗിക്കുന്നത്, ഈ അന്വേഷണ ഏജൻസിയെ ഉപയോഗിക്കുന്നത് BJPക്ക് വേണ്ടിയും BJPയുടെ ശത്രുക്കൾക്കെതിരെയുമാണ് എന്നൊരു വലിയ രീതിയിൽ ദേശീയ തലത്തിൽ തന്നെ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതിനോടുകൂടി ചേർത്ത് തന്നെയാണ് കൊടകര കുഴൽപ്പണ കേസിന്റെ അന്വേഷണവും ഇപ്പോൾ വായിച്ചെടുക്കുന്നത്. ഇതിൽ ED ഇനിയിപ്പോൾ ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ED ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്, കുറ്റപത്രത്തിലടക്കം വ്യക്തമാക്കുന്നു. ഇതിൽ എല്ലാ അന്വേഷണവും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വ്യക്തമാക്കിയത്. അതായത് അവർ ഈ കേസ് ഇനി ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. 23 പ്രതികൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങളിൽ ED അന്വേഷണം നടത്തുന്നത് തന്നെയാണ്. നമുക്കറിയാം മറ്റ് കേസുകളുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം അറിയാം. കൊടകര കുഴൽപ്പണ കേസ് മാത്രമായിട്ട് ഇനി മറ്റൊരു ഏജൻസി അന്വേഷിക്കുമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ EDയുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. EDയുടെ കുറ്റപത്രവും ചോദ്യം ചെയ്യപ്പെടുന്നു. നേരത്തെ കേരള പോലീസ് അന്വേഷിച്ച ഒരു രീതിയിലേക്ക് എത്തിയ വ്യക്തമായ തെളിവുകളിലൂടെ മുന്നോട്ട് പോയ ഒരു കേസാണ് ഈ രീതിയിലായിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ടോം, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.